ഓച്ചിറക്ക് പോകുന്ന വഴിയിൽ ഒരു സംഭവം കണ്ടതാണ്. ഒരു വണ്ടി താഴെ കിടക്കുന്ന കണ്ടു. കാരണം നമ്മൾ ഇറങ്ങി അവരോട് ചോദിച്ചപ്പോൾ അവരുടെ കംപ്ലൈൻറ്റ് നമ്മുടെ ഒരേയുടെ വണ്ടിയാണ്, എടുത്തിട്ട് 1 വർഷമാകുന്നില്ല. പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് സർവീസ് ചെയ്യാതെ ഒരുപാട് ബുദ്ധിമുട്ടായ കിടക്കുന്ന സംഭവിച്ചിട്ടുണ്ട്. അവനിപ്പോൾ ഇവിടെ ഇരുന്ന് സമരം ചെയ്യുകയാണ്. ഇതാണ് വ്യക്തി. ഞാനിപ്പം ജോലിക്ക് പോകാൻ വേണ്ടി മേടിച്ച വണ്ടിയാണ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസം എടുത്ത വണ്ടി നവംബർ മാസം കംപ്ലൈന്റ് ആവുന്നു. തട്ടാരമ്പല സർവീസ് സെന്ററിൽ കൊണ്ടുപോയി 55 ദിവസം അവിടെ കിടന്നു. അവർ കൃത്യമായിട്ട് അതിന് നല്ലൊരു സർവീസ് തരാത്തതുകൊണ്ട് ആ സെയിം കംപ്ലൈന്റ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുക. പലതവണയായിട്ട് കുലശേഖരപുരം സർവീസ് സെന്ററിലൊക്കെ കൊണ്ടുപോയി. പക്ഷെ ഇത് അന്നേരം വണ്ടി എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നിട്ട് വണ്ടി ഓടുന്നുണ്ട്. പക്ഷെ കുറെ കഴിയുമ്പോൾ വീണ്ടും വീണ്ടും കംപ്ലൈന്റ് ആവുന്നു. ഒരു ദിവസം ഇങ്ങനെ 150 കിലോമീറ്റർ മുതൽ 200 കിലോമീറ്റർ വരെ സ്വിഗ്ഗി ഞാൻ ഓടേണ്ടി വരും. പക്ഷെ ആ പോകുന്ന വഴിക്കെല്ലാം വണ്ടി അങ്ങ് ഓഫായി നിന്നു പോയി. എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ഫുഡ് ഡിലേ ആയി, കസ്റ്റമറുടെ വായിലിരിക്കുന്ന കേട്ട്. മാത്രമല്ല വരുന്ന വഴിക്കൊക്കെ വണ്ടി ഓഫായി പോയി. കഴിഞ്ഞ ദിവസം രാത്രിയിൽ 11 മണിക്ക് തഴക്കര എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് വണ്ടി ഓഫായി പോയി. അവിടുന്ന് 1 മണിക്കൂർ എടുത്ത് ഈ വണ്ടി ഞാൻ ഓണാക്കി എങ്ങനെയൊക്കെ തട്ടിമുട്ടി ഓണാക്കി കൊണ്ടുവരാൻ. അന്നേരം ഇവിടെ വരുന്ന വഴിക്കൊക്കെ ഓഫായി പോയി. ലാസ്റ്റ് ഇവിടെ ഓച്ചിറ എത്തിയപ്പോൾ പട്ടിയിട്ട് ഓടിച്ചപ്പോ ഇവിടെ ഹൈവേയുടെ ഈ കാണുന്ന പോലത്തെ സംഭവമില്ലേ, സ്ലാബ്, അതിന്റെ മേളിൽ കയറി നിന്നിട്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പിറ്റേ ദിവസത്തെ വാർത്ത വന്നേനെ. ഒരു പട്ടി കടിച്ച് ഇത്ര പട്ടികൾ അറ്റാക്ക് ചെയ്ത് ഒരു യുവാവ് മരിച്ചെന്നും പറഞ്ഞുകൊണ്ട്, ഡെലിവറി ജീവനക്കാരൻ മരിച്ചെന്നും പറഞ്ഞു. ഞാൻ പല കേസും പലരും കൺസ്യൂമർ കേസിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ കൺസ്യൂമർ കേസ് കൊടുത്ത്, ലേബർ കോർട്ടിൽ കൊടുത്ത്, മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്ത്, കഴിഞ്ഞ ഗതാഗത മന്ത്രിക്ക് കൊടുത്ത്, SC/ST കമ്മീഷന് കൊടുത്ത്, അങ്ങനെ പലയിടത്തും കൊടുത്തേക്കുന്നു. യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. കൺസ്യൂമർ കോടതിയിലെ കേസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. ഓരോ മാസം എന്നെ വിളിപ്പിച്ചോണ്ടിരിക്കുക. ഇത് അവർ അപ്പീലിന് പോകും. കൺസ്യൂമർ കോടതി വിധിച്ചു കഴിഞ്ഞാൽ കൊലക്കാർ അപ്പീലിന് പോകും. നമുക്ക് അതിന്റെ നഷ്ടപരിഹാരം കിട്ടാത്ത രീതിക്ക് അവർ ചെയ്യും. അവർ മാക്സിമം നമ്മളായിട്ട് അലട്ടും. മാത്രമല്ല ഇതിന്റെ വീഡിയോ എവിഡൻസ് എന്റെ ഇരിക്കുന്നുണ്ട്. അതിന് ഞാൻ അങ്ങോട്ട് ഒരു ലാപ്ടോപ്പ് കൊണ്ടുപോകണമെന്നാണ് ഇപ്പം കൺസ്യൂമർ കോടതിയിൽ നിന്ന് എനിക്കിപ്പം അറിയിച്ചിരിക്കുന്നത്. എന്റെ കയ്യിൽ ഇവിടുന്ന് ഒരു ലാപ്ടോപ്പ്, എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ജോലിക്ക് പോകേണ്ട വണ്ടിയാണ് ഇവിടെ കിടക്കുന്നത്. അന്നേരം ഓടാത്ത വണ്ടിക്ക് EMI അടച്ച് ഇപ്പൊ ഞാൻ ലാപ്ടോപ്പും കൂടെ EMI ഇട്ട് മേടിക്കണം എന്നാണ് ഇപ്പൊ കോടതി എന്നോട് ആവശ്യപ്പെടുന്നത്. എത്ര നാളുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്? കഴിഞ്ഞ വർഷം നവംബർ മാസം മുതൽ ഇത് കംപ്ലൈന്റാ. അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കംപ്ലൈന്റ് വന്നുകൊണ്ടിരിക്കുക. അന്ന് നവംബർ മാസം കംപ്ലൈന്റ് ആയിട്ട് വണ്ടി അവിടെ കൊണ്ടുവച്ചേക്കുന്നത് നവംബർ 13-ാം തീയതി രാത്രി അവിടെ കൊണ്ടുവച്ച്. എനിക്ക് തരുന്നത് ജനുവരി മാസം 10-ാം തീയതി. അന്നും ഞാൻ അവിടെ സമരം ചെയ്തിട്ടാണ് എനിക്ക് വണ്ടി തരുന്നത്, അല്ലാതെ ഒന്നുമല്ല. സമരം ചെയ്തിട്ട് അന്ന് വണ്ടി തന്ന. എന്നിട്ട് അതേ സെയിം കംപ്ലൈന്റ് ആവർത്തിക്കുക. ഈ 55 ദിവസവും ഞാൻ പട്ടിണിയായിരുന്നു കിടന്നത്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് മറ്റാരും ഇല്ല ഫുഡ് കൊണ്ടുതരാൻ. ഞാൻ ഇതുപോലെ ഈ ജോലിക്ക് പോയിട്ടാ ജീവിക്കുന്നത്, വാടകയ്ക്കാ താമസിക്കുന്നത്. അതിലെല്ലാം മൊത്തത്തിൽ എനിക്ക് പണിയായിരുന്നു. പിന്നെ EMIയുടെ കാര്യം, EMI മുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊരു വീടില്ലാത്ത, നാളെ ഒരു കാലത്ത് എനിക്കൊരു വീട് ലോൺ എടുത്ത് വെക്കണമെങ്കിൽ എനിക്കൊരു ലോണ് കിട്ടത്തില്ല. EMI ഇട്ട് ലോണ് കിട്ടത്തില്ല. EMI അടയ്ക്കായിരുന്ന ചെറുപ്പക്കാരന്റെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നിങ്ങൾക്കിപ്പം എന്ത് പറയുന്നു? കമ്പനി എന്ത് പറയുന്നുണ്ട്? കമ്പനി പറയുന്നത് ഇത് ശരിയാക്കി തരാന്ന് പറയുന്നത്. പക്ഷെ ഇത് എത്രാമത്തെ തവണ ഞാൻ ശരിയാക്കാൻ കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് തന്നെ ചിട്ടപ്പെടുത്താൻ പറ്റുന്നില്ല. അത്രയധികം തവണ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. അത്രയാണ് തവണ അവർ ശരിയാക്കി എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അന്നേരം കറക്റ്റായിട്ടുള്ള ഒരു സർവീസ് അല്ല ഇവര്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു സർവീസ് അല്ല ഇവര് തരുന്നത്. നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇതിനെന്തെങ്കിലും തീരുമാനം ഉണ്ടെന്നാണ് പറയുന്നത്. രാവിലെ തൊട്ട് വന്നിരിക്കുകയാണ്. എത്ര ദിവസമായിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട്? ഞാനിവിടെ 4-ാമത്തെ ദിവസമായിരുന്നു. ഈ ഇതിന് മുമ്പ് എന്തെങ്കിലും അധികാരികളിൽ നിന്ന് ആരും സമീപിച്ചിട്ടൊന്നുമില്ല. കുറച്ച് ഇതുപോലുള്ള സാമൂഹികമായിട്ട് പ്രതിബദ്ധതയുള്ള കുറച്ച് ആൾക്കാർ വന്നിട്ട് വീഡിയോ ഒക്കെ എടുത്ത് മറ്റുള്ളവരെയൊക്കെ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു വിധത്തിൽ ഗുണവും ഉണ്ടായിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ കമ്പനി ഇത് അറിഞ്ഞിട്ട് നമ്മളെ ഡയറക്റ്റ് വിളിക്കുന്നുണ്ട്, മറ്റുള്ളവർ ഇത് അറിയുന്നുണ്ട്. മറ്റുള്ളവർ അറിയുമ്പോൾ മറ്റുള്ളവർ ഞാൻ ചാടിയ പോലെ കുഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നുള്ള രീതിക്ക്, അല്ലെങ്കിൽ അവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. എന്റെ അവസ്ഥ നിങ്ങൾക്കും വരാതിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുകൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രതിഷേധം ഈ റോഡ് സൈഡിൽ സംഘടിപ്പിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ പുള്ളിയുടെ കാര്യങ്ങൾ ചെയ്ത് കേൾക്കണമെന്ന് പറയുന്നത്. ഞാനിതൊരു വണ്ടി എടുക്കാൻ വേണ്ടി ബുക്ക് ചെയ്തായിരുന്നു. ഇത് കണ്ടപ്പോൾ നിർത്തി ഒരു വീഡിയോ എടുത്തതാണ്. ഇതാണ് അതിന്റെ അവസ്ഥ.